കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. ദൈവത്തിൻ്റെ മുഖം നിരന്തരം അന്വേഷിപ്പാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പാൻ, അതാ നിരന്തരം അന്വേഷിപ്പീൻ. മറ്റൊരു മുഖത്തേക്കും നോക്കരുത്. പല മുഖങ്ങളും മറയ്ക്കും, പല മുഖഭാഗങ്ങളും നിർണയഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷേ മുഖം മറയ്ക്കാത്ത, തൻ്റെ ജനത്തിനു വേണ്ടി, അവരുടെ നിലവിളിക്ക് വേണ്ടി തുറക്കുന്ന ഒരു ചെവി നമ്മുടെ ദൈവത്തിനുണ്ട്. ആ ദൈവം നമ്മളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാവണം. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുന്നു. ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചാൽ നമുക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നമ്മുടെ അൾട്ടിമേറ്റ് നിത്യതയായിരിക്കണം. ഉയരത്തിലുള്ള അന്വേഷിപ്പാൻ ഈ ദിവസങ്ങൾ തയ്യാറാവണം. കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിൻ്റെ ക്രൂശ് മരണം നമ്മൾ ഓർക്കണം. എന്തിനാണ് അവിടുന്ന് തകർക്കപ്പെട്ടത്? എന്തിനാണ് അവിടുത്തെ ശരീരം കീറിമുറിക്കപ്പെട്ടത്? നിരത്തിലൂടെ ആ ശരീരം വലിച്ചിഴക്കപ്പെട്ടപ്പോൾ തൊലികളെല്ലാം ഇളകി മാറി. പച്ചമാംസത്തിലേക്ക് ഈയക്കുളത്തുകൾ കൊണ്ടുള്ള ചാട്ടാവാറിൻ്റെ അടിയേൽക്കുമ്പോൾ മാംസകഷ്ണങ്ങൾ അവർ പറിച്ചെടുക്കുകയാണ്, കീറിമുറിച്ചെടുക്കുകയാണ്. അനുഭവിച്ച വേദനകൾ മുഖത്തേക്ക് മാറി മാറി റോമൻ പടയാളികൾ രണ്ട് സൈഡിലും അടിച്ച് തകർത്തു. മുഖത്ത് തുപ്പി വലിയ മുള്ളുകൊണ്ടുള്ള കിരീടം തലയിലേക്ക് അടിച്ചു കയറ്റി വേദന കൊണ്ട് യേശു പിടയുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതെന്തോ എന്ന് ചോദിച്ചപ്പോഴും പിതാവ് മറുപടി പറഞ്ഞില്ല. തൻ്റെ പുത്രനെ തകർത്തുകളയാൻ യഹോവയ്ക്ക് പ്രസാദമായി തീർന്നു. എന്തുകൊണ്ട്? നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ ശാപത്തിനു വേണ്ടി, നമ്മളെ നിത്യയിലെത്തിക്കാൻ വേണ്ടി എൻ്റെ യേശു മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുന്നു. ആ വരവിങ്കൽ കാണപ്പെടാൻ നമുക്കൊരു വിശുദ്ധ ജീവിതം ആവശ്യമാണ്. വചനപ്രകാരം ജീവിപ്പാൻ, അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കാൻ എത്ര പേർ ഇന്ന് പകലിലും തയ്യാറുണ്ട്? കർത്താവിൻ്റെ വരവിന് വേണ്ടി എനിക്കൊരൊരുക്കം ആവശ്യമുണ്ട്. ആ വരവെങ്കിൽ ഞാൻ എടുക്കപ്പെടണം. മനുഷ്യമായി യാതൊരു ക്വാളിറ്റിയുമല്ല പ്രിയരെ. പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കുന്നത് നമ്മുടെ അകവയുള്ള വിശുദ്ധിയാണ്. വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ എന്നാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് മുൻപോട്ട് പോകുന്നവർക്ക് മാത്രമേ അവിടുത്തെ വരവെങ്കിൽ കാണപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. കാണപ്പെട്ടില്ലെങ്കിൽ പിന്നീടൊരു ചാൻസ് ഇല്ലെന്നൂടെ ഈ പകലോർത്ത് ദൈവത്തിൻ്റെ വരവിനായി കർത്താവിൻ്റെ അക്കാഹളം ധനിക്കുമ്പോൾ എനിക്കും അവനോടൊപ്പം എടുക്കപ്പെടണം എന്നുള്ള ആ ചിന്ത നമ്മളെ ഭരിക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവൻ വരും, ഇനി താമസിക്കുകയില്ല.
സങ്കീർത്തനങ്ങൾ 118 21 വാക്യം നമുക്ക് വളരെ പരിചിതമുള്ള വാക്യമാണ്. നീ എനിക്ക് ഉത്തരം അരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേൽ ഗീതങ്ങളാണ് എന്ന് നമുക്കറിയാം. ദാവീദാണ് എഴുതിയെന്ന സാഹചര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ പറയുന്നു, ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരം അരുളുമെന്നല്ല, അരുളി. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക്, വേദനയോടെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തിയ വിഷയങ്ങൾക്ക് പലരും എഴുതിത്തള്ളി ഇനിയും നീ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞെടുത്ത് കാലം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, ആര് നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് ചോദിക്കുമ്പോൾ ഭക്തനായ മനുഷ്യന് പറയാൻ കഴിയും, ദൈവമേ അങ്ങ് എനിക്കുത്തരമരുളി. ഇന്ന് പകൽ ധൈര്യത്തോടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ എത്ര പേർക്ക് കഴിയും? ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളി. ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി. ദൈവമേ നീ എനിക്ക് ഉത്തരമരുളി. പ്രാർത്ഥിക്കുന്നവർ ധൈര്യത്തോടെ പറയാൻ പോകുകയാണ്, ദൈവം എനിക്ക് ഉത്തരമരുളി. കരയേണ്ട ഒത്തിരി സമയങ്ങൾ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കണ്ണുനീരുകൊണ്ട് കിടക്കെ നനച്ച സമയങ്ങളുണ്ട്. ആരും അത് കണ്ടില്ല, ആർക്കും അത് മനസ്സിലായില്ല. പക്ഷേ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ച ഒരു ദൈവം ഇന്ന് പകലും തൻ്റെ ജനത്തിനു വേണ്ടി ഉത്തരമരുളി കഴിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിന് ഒരു ഉത്തരമുണ്ട്. അത് സംഭവിക്കുന്നു. അത് സംഭവിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഉത്തരമരുളി. എത്രയോ വർഷങ്ങൾ കരഞ്ഞു സക്കറിയ ദമ്പതികൾ നിന്ദിക്കപ്പെട്ടില്ലേ? ചരിത്രം നമുക്കെല്ലാം അറിയാം. മനുഷ്യരുടെ ഇടയിൽ അവർക്ക് നിന്ദയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എലിസബത്ത് അങ്ങനെ പറഞ്ഞത്. അവിടെയും പറയും, സക്കറിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുമെന്നല്ല, ആയി. വർഷങ്ങൾ കൊഴിഞ്ഞു പോയപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഇനിയും ഈ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമില്ല. ആർക്കും അത് കാണാൻ പറ്റില്ല. എത്ര വർഷം കഴിഞ്ഞു. എത്ര വർഷം കഴിഞ്ഞാലും പ്രവചന ദൂതുകൾക്കൊരു ഉത്തരമുണ്ട്. അതിന്ന് പകൽ സംഭവിക്കുകയാണ്. ദൈവശബ്ദത്തിനൊരു ഉത്തരമുണ്ട്. അത് ഈ പകൽ സംഭവിക്കും. അടുത്ത വർഷമല്ല, ഇന്ന് തന്നെ വിളിച്ചു പറ, ഞങ്ങൾക്കൊരു ഉത്തരം അരുളിയിട്ടുണ്ട്, ഞങ്ങളത് റിസീവ് ചെയ്യുന്നു. എൻ്റെ തലമുറയ്ക്കൊരു ഉത്തരം അരുളിയിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞതാ, പക്ഷേ ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്, ഉത്തരമുണ്ട്. ഉത്തരമരുളി. നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നു. എൻ്റെ രക്ഷയായി. ഉത്തരം രക്ഷയായി വെളിപ്പെടുകയാണ്. ഉത്തരം വിടുതലായി വെളിപ്പെടുകയാണ്. ആൻസറുകൾ ഉത്താരണമായി വെളിപ്പെടുകയാണ്. യെസ്, ദൈവം നൽകുന്ന റിസൾട്ടുകൾ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയത്തക്ക രീതിയിൽ, സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ സാക്ഷ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ദൈവമേ അങ്ങ് എനിക്കുത്തരമരുളി. പ്രാർത്ഥിച്ച് വിട്ട ചില സബ്ജക്റ്റുകൾ, ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ, ഉത്തരമരുളുന്ന ദൈവമഹത്വം എൻ്റെ ജനത്തിനു വേണ്ടി സെക്കൻഡുകൾക്കുള്ളിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടാകും. നിങ്ങളത് മറന്നു കാണും ആ വിഷയം, പക്ഷേ ദൈവം അത് മറക്കത്തില്ല. ദാവീദേ നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മാതാവേ നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ശബ്ദം ഞാൻ നിനക്ക് ഉത്തരമരുളിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. ഈ ദൂതേറ്റെടുക്കൂ.
ഒരു മുൻവിധിയും കൂടാതെ ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരുളി. ആരാ? അധികാരമുള്ളവൻ, ചമയ്ക്കുന്നവൻ, നിർമ്മിക്കുന്നവൻ, രൂപപ്പെടുത്തുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, ശക്തീകരിക്കുന്നവൻ, വിളിച്ചു വരുത്തുന്നവൻ, ഇന്നും സൃഷ്ടിക്കുന്നവൻ വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് ഉത്തരമരുളിയിരിക്കുന്നു. വളരെ പ്രസക്തമായൊരു വാക്യമാണ്. ദൈവമേ, നീ എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കുക. യഹോവ എൻ്റെ വെളിച്ചം, എൻ്റെ രക്ഷ, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും. 27-ാം സങ്കീർത്തനം. ഇവിടെ പറയുന്നു, ഉത്തരമരുളി എൻ്റെ രക്ഷയായി തീർന്നിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. റിസൾട്ട് വന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ദൈവമേ, എൻ്റെ കുടുംബത്തിനകത്ത് അങ്ങ് നൽകുന്ന റിസൾട്ടുകൾക്ക് സ്തോത്രം. എൻ്റെ പൈതലിന് നൽകിയ വിടുതലുകൾക്ക് സ്തോത്രം. എൻ്റെ ശരീരത്തിൽ നൽകിയ വിടുതലിന് സ്തോത്രം. എനിക്ക് നൽകിയ ആൻസറുകൾക്ക് സ്തോത്രം. നാളുകളായി തകർന്നു പോയ വിഷയത്തിന്മേൽ ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഉത്തരമായി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂ. ദൈവപ്രവൃത്തി ഈ മാസം തന്നെ നിങ്ങൾ കാണും. വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. ഒരു ഉത്തരം സംഭവിക്കുന്നു. ഏത് കുരുക്കിനെയും അഴിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് നിങ്ങൾക്ക് ഉത്തരമരുളിയിരിക്കുന്നത്. നിങ്ങൾക്ക് പോകാൻ പറ്റാത്തിടത്തിറങ്ങി വന്ന് എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുവരുന്നവരാണ് ഉത്തരമരുളിയിരിക്കുന്നത്. മരണത്തിൻ്റെ സകല ശക്തികളെയും ജയിച്ചവരാണ് ഉത്തരമരുളിയിരിക്കുന്നത്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവരാണ് തൻ്റെ ജനത്തിന് ഉത്തരമരുളിയിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരമരുളിയിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ വേദനകളെ എടുത്തു മാറ്റിയിരിക്കാൻ സ്തോത്രം. നാളുകളായ വിഷയത്തിന്മേൽ അങ്ങയുടെ കരം ചലിച്ചിരിക്കാൻ സ്തോത്രം. സൗഖ്യം വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. ചില ബന്ധങ്ങളെ ദൈവം കൂട്ടിയോജിപ്പിച്ചിരിക്കാൻ സ്തോത്രം. നാളുകളായി അടഞ്ഞത് ഓപ്പണാക്കിയിരിക്കാൻ സ്തോത്രം. ബലം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയുടെ ആത്മാവിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവന്നിരിക്കാൻ സ്തോത്രം. ചില തലമുറകളുടെ ശരീരത്തിൽ വിടുതൽ വ്യാപരിച്ചിരിക്കാൻ സ്തോത്രം. ചില ഡിസീസുകളെ ദൈവം എടുത്ത് മാറ്റിയിരിക്കാൻ സ്തോത്രം. ആത്മപ്രവൃത്തി ജനത്തിൻ്റെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. നസ്രേൻ്റെ ആണിപ്പഴുതുള്ള കരം തൻ്റെ ജനത്തിൻ്റെ മേൽ സ്പർശിച്ചിരിക്കാൻ സ്തോത്രം. നാളുകളായി ശൂന്യമാക്കപ്പെട്ട ഇടത്ത് തന്നെ ചില ഉത്തരങ്ങൾ വെളിപ്പെട്ടു വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, കർത്താവ് എനിക്ക് ഉത്തരമരുളി എൻ്റെ രക്ഷയായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.